നമ്മൾ കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. ആദ്യം തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ അടിഭാഗം മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഒരു 4 ഇഞ്ച് വീതിയിൽ ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ തുണിയുടെ നല്ല ഭാഗം. ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. മൊത്തം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്യാൻവാസ് നമ്മളൊരു പേപ്പറിലേക്ക് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശത്ത് നിന്ന് നമ്മൾ ഉള്ളിലേക്ക് അടിച്ചെടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നെക്ക് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്ന ഈ പീസ് നമുക്ക് ഈ ക്യാൻവാസിലോട്ട് വെച്ച് അടിച്ചെടുക്കാം. ഈ നെക്ക് പോർഷൻ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ച് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മളിങ്ങനെ പതിച്ചടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മൾ തുന്നിയെടുക്കണം. അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്ക് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതുമായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചേർത്ത് അടിക്കാൻ പോവുകയാണ്. ബാക്ക് നെക്കും കൂടെ അടിച്ചതിന് ശേഷമാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്, കൈകൊണ്ട് തുന്നിയെടുക്കുന്നത്. അത് കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ട് സൈഡും നമ്മളിങ്ങനെ ഒന്ന് അടിച്ച് വെക്കുന്നത്. ബാക്ക് പാർട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇതിന് ക്യാൻവാസ് വെക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ നല്ല വശത്ത് ലൈനിങ് വെക്കുകയാണ്. ഇത് ഇങ്ങനെ വഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പിന്ന് കുത്തി കറക്റ്റായിട്ട് ചെയ്ത് വെച്ചതിന് ശേഷം അടിക്കാവുള്ളൂ, അല്ലെങ്കിൽ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് മാത്രമാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. നമ്മൾ നെക്ക് മാത്രമാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളൂ. ഇനി ഇത് കട്ട് ചെയ്തിട്ട് മറയ്ക്കുകയാണ്. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ ബാക്ക് ഭാഗവും നമ്മൾ പതിച്ചടിച്ചെടുക്കുകയാണ്. നെക്ക് അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ലൈനിങ് നമുക്ക് നല്ല തുണിയിലേക്ക് അടിച്ചെടുക്കാൻ പോവാണ്. ഈ ആം ഹോളിൻ്റെ ഈ ഭാഗം നമ്മൾ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, കാരണം ഫ്രണ്ട് പോർഷൻ വെച്ച് നമുക്ക് മറച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് സ്റ്റിച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്കിത് അടിച്ചെടുക്കാം. ഇനി നമ്മൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും തമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു. നല്ല ഭാഗങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചു. എന്നിട്ട് ഈ ബാക്കിലെ ലൈനിങ് പീസ് അത് ഫ്രണ്ടിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഉള്ളിലത്തെ സ്റ്റിച്ച് നമുക്ക് കാണില്ല. രണ്ട് നല്ല വശങ്ങളും വെച്ചു, ലൈനിങ് പോർഷനും വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണത്. ഇത് ഉൾഭാഗമാണ്. ഇനി ഇത് നമ്മൾ തിരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്തു.
ഷോൾഡർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഉൾവശം. ഇപ്പം നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും കാണാനില്ല, ഇവിടെ നൂല് തടയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നെക്ക് നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നേരത്തെ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്ന ആം ഹോളിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആം ഹോളാണ്. ഇവിടെ കുറച്ച് ഭാഗം ഒന്ന് കയറി നിൽക്കുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ഇതടിക്കാൻ വേണ്ടി വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന ഈ ക്രോസ് പീസ് ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇവിടുന്ന് ചുറ്റും അടിച്ചെടുക്കുകയാണ്. ഇത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ മടക്കി ഉള്ളിലേക്ക് മടക്കി ഒരു സ്റ്റിച്ച് ചെയ്യാം. ഇനി നമ്മളിത് ജോയിൻ ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അടിഭാഗമൊക്കെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ട്. നമ്മുടെ കുർത്തി റെഡി ആയിട്ടുണ്ട്.